ലത സൃജിക്കുട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഓണസദ്യയ്ക്ക് ഉണ്ടാക്കിയിട്ടുള്ള പാൽപ്പായസം ബോളിയാണ് കാണിക്കുന്നത്. പിന്നെ അതിൻ്റെ ഒപ്പം ഓണത്തിനോടനുബന്ധിച്ച് ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. അതും കൂടി കുറച്ച് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് ഞാൻ കാണിക്കുന്നത് പാൽപ്പായസം, അതായത് കുക്കറിൽ പാൽപ്പായസം ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. അതിനായിട്ട് ഞാൻ ഒരു അരക്കപ്പ് നുറുക്കല്ലരി ആണ് എടുത്തിട്ടത്. പായസത്തിനൊക്കെ എന്ന് പറഞ്ഞാൽ ചെറുതാക്കിയിട്ടുള്ള അരി കിട്ടും. അപ്പോൾ അത് ഒന്ന് കഴുകിയിട്ട് ഊറ്റി വെച്ചതിന് ശേഷം ഒരു കുക്കറിലേക്ക് അല്പം 1-2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ആ അരി ഒന്ന് അതിൽ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് സമയം അത് ആ നെയ്യിലൊന്ന് ഇതാക്കി വറുത്തിട്ടെടുക്കാം. പിന്നീട് ഈ അരി ഒന്ന് നെയ്യിൽ വറുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ 1 കപ്പ് പഞ്ചസാര, അതായത് അരക്കപ്പ് അരിക്ക് 1 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ആ പഞ്ചസാര ഇട്ടിട്ട് അരിയും പഞ്ചസാരയും കൂടി നല്ല പോലെ ഇതാ കണ്ട ആദ്യം ഇങ്ങനെയായിരിക്കും. പിന്നെ അത് കുറച്ച് ബ്രൗൺ നിറമായിട്ട് വെള്ളമായിക്കൊണ്ട് വരും. കുറച്ച് നേരം ഇതാ കണ്ട ഇപ്പോഴത് ഒരു ബ്രൗൺ നിറമായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മളുടെ പായസത്തിന് നല്ലൊരു കളറൊക്കെ കിട്ടും. ഇനി അതിലേക്ക് ഞാൻ 2 പാക്കറ്റ് മിൽമ പാൽ, അതായത് 1 ലിറ്റർ പാലാണ്, അത് നല്ലപോലെ തിളപ്പിച്ചതിന് ശേഷം ആ അരിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അത് ഒഴിക്കുന്ന സമയത്ത് പഞ്ചസാരയും അരിയും കൂടി കുറച്ച് കട്ട പോലെയൊക്കെ ഉണ്ടാകും. പക്ഷെ നമ്മൾ കുറച്ച് നേരം ഒന്നത് ബോയിൽ ചെയ്യുമ്പോഴേക്കും അതൊക്കെ പോവും. ഇനി നമ്മൾ അതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത് തണുത്തതിന് ശേഷം ഞാൻ തുറന്നിട്ടുള്ളതാണ്. വേണ്ട നല്ല പായസമായിട്ട് ഇപ്പം ഇങ്ങനെ കുറച്ച് വെള്ളമായിട്ടുണ്ടെങ്കിലും കുറച്ചൊന്ന് തണുക്കുമ്പോഴേക്കും അതൊന്ന് കുറച്ചും കൂടി കട്ടിയുള്ളതായി. ഇനി അവസാനമായിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് വെണ്ണയോ നെയ്യോ ഇടാം. ഇതിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊന്നും ചേർക്കേണ്ട കാര്യമില്ല. ഇനി ഞാൻ അടുത്തായിട്ട് ബോളിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ബോളി ഒരു അരക്കപ്പ് കടലപ്പരിപ്പ് എടുത്തിട്ട് നല്ലപോലെ ഒന്ന് കഴുകണം. അതിനുശേഷം ഞാൻ ആ കുക്കറിലേക്ക് കഴുകിയ കടലപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരു 1.5 കപ്പ്, അരക്കപ്പിന് ഏകദേശം ഒരു 1.5 കപ്പ്, അതിങ്ങനെ മൂടി നിൽക്കത്ത കഥത്തിൽ 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അല്പം മഞ്ഞൾപ്പൊടി, ഒരു കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുക്കർ അടച്ച് വയ്ക്കുക. അടച്ച് വെച്ചിട്ട് ഒരു 2 വിസിൽ, അഥവാ വന്നിട്ട് വെന്തിട്ടില്ലെങ്കിൽ വേണമെങ്കിൽ 1 വിസിൽ കൂടി ആക്കാം. ഞാനിപ്പോൾ 2 വിസിലാണ് വരുത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഇതാ പരിപ്പ് നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളയാം. അതായത് നമുക്ക് ബോൾ പോലെ ആക്കിയിട്ട് വേണം ഇതുണ്ടാക്കേണ്ടത് ബോളി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതൊന്ന് വെള്ളം വാർന്ന് കളയാൻ വെച്ചതിന് ശേഷം ഇത് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാനുള്ളതാണ്. ഇനി ഞാൻ അതിലേക്ക് ആവശ്യത്തിന് വേണ്ടി ഒരു അരക്കപ്പ് പഞ്ചസാരയും ഒരു 4 ഏലക്കായും ഇട്ടിട്ട് പൊടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് ഞാനൊരു അരക്കപ്പ് മൈദ ഇട്ടിട്ടുണ്ട്. അതിൽ അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു, 1 ടീസ്പൂൺ നെയ്യും ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യണം. എന്നതിന് ശേഷം അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര നമ്മൾ പൊടിച്ചു വെച്ചിട്ടില്ലേ, ആ പൊടിച്ചു വെച്ചതെന്ന് പഞ്ചസാര ഇതിലേക്ക് മൈദയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് കുറച്ച്, അതായത് ഒരു 1/4 കപ്പൊക്കെ വെള്ളം എടുത്താൽ മതി. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മളിത് കുഴച്ചെടുക്കണം. ഒന്നായിട്ട് കുഴച്ച് കഴിഞ്ഞാൽ അത് വെള്ളം പോലെയാവും. വളരെ ശ്രദ്ധിച്ചിട്ട് ചെയ്യേണ്ട കാര്യമാണിത്. അപ്പം നിങ്ങളത് കുഴച്ച് വരുന്ന സമയത്ത് വളരെ ഇതാക്കിയതിന് ശേഷം നമുക്ക് അതിലേക്ക് അല്പം എണ്ണ കൂടി ചേർത്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ കുഴച്ചെടുക്കാം. അവസാനം അതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചിട്ട് അത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി അപ്പോഴേക്ക് നമ്മൾ തണുത്ത് ഊറ്റി വെച്ചിട്ടുള്ള കടല പരിപ്പില്ലേ, അതൊന്ന് മിക്സിയിൽ, ആ പഞ്ചസാര ഇട്ടിട്ടുള്ള മിക്സിയിൽ തന്നെ പൊടിച്ചെടുക്കാം. അതൊന്ന് പൊടിച്ചതിന് ശേഷം നമുക്ക് അത് ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ട്, നോൺ സ്റ്റിക്ക് പാനാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അതിലേക്ക് 1 ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് അത് നല്ലപോലെ ഒന്ന്
ഇളക്കി കൊടുക്കുക. ഇളക്കിയതിന് ശേഷം നമുക്ക് അതിൻ്റെ ഒരു നല്ലൊരു സ്മെല്ലൊക്കെ വരും. അതായത് കടലപ്പരിപ്പാണല്ലോ പൊടിച്ച് വെച്ചിട്ടുള്ളത്. കടലപ്പരിപ്പ് നെയ്യിലൊന്ന് നല്ലപോലെ ഒന്ന് വതക്കിയിട്ട് എടുക്കണം. അതിന് ശേഷം നമുക്ക് അതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ അത് കുറച്ച് നോക്കൂ, അതിങ്ങനെ ഒന്ന് വെള്ളമായിട്ടൊക്കെ വരും. അപ്പോൾ അത് കുറച്ച് നേരം പഞ്ചസാര ചേർത്തതിന് ശേഷം നമ്മൾ കുറച്ച് നേരം നല്ലപോലെ ഒന്ന് ഇളക്കിക്കൊണ്ടുവന്ന് അതുപോലെ കുറച്ച് നല്ല കട്ടിയിലായിട്ടുള്ളത് കിട്ടും. ഇനി അത് തണുത്തതിന് ശേഷം നമുക്കിത് ഇതുപോലെ ചെറിയ ഉരുളകളാക്കിയിട്ട് അത് ഉണ്ടാക്കി വയ്ക്കാം. അപ്പോൾ എനിക്കൊരു 11 എണ്ണമാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ മൈദ കുഴച്ച് വെച്ചിട്ട് എണ്ണയിൽ ആക്കി വെച്ചിട്ടില്ലേ, അതൊന്ന് എടുത്തതിന് ശേഷം ഒരു 1-2 മണിക്കൂർ വെച്ചതിന് ശേഷം അതിൽ നിന്ന് എണ്ണയൊക്കെ മാറ്റിക്കളയാം. എണ്ണ മുഴുവൻ കളഞ്ഞതിന് ശേഷം നമുക്ക് അത് മാവ് അത് ഒരു ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് എടുക്കുക. എന്നിട്ട് ഉരുളകളാക്കിയിട്ട് നമ്മുടെ കൈപ്പത്തിയിൽ തന്നെ വെച്ചിട്ട് ഇതുപോലെ നേരിയതായിട്ടൊന്ന് പരത്തിയെടുക്കുക. വളരെ കാരണം മാവ് നല്ല മയം വന്നിട്ടുണ്ടാവും, എണ്ണയിലൊക്കെ കുറേ നേരം കിടന്നതല്ലേ. അപ്പോൾ ഇതുപോലെ നല്ലപോലെ നേരിയതാക്കി പരത്തിയതിന് ശേഷം നമുക്ക് ആ കടലപ്പരിപ്പ് ഉണ്ടാക്കി വെച്ചിട്ടില്ലേ അത് എടുത്തിട്ട് ഇതുപോലെ ഉരുട്ടിയതിന് ശേഷം എക്സസ് ആയിട്ട് വരുന്ന മാവ് കളഞ്ഞതിന് ശേഷം നമ്മൾ കയ്യിലിട്ടൊന്നിങ്ങനെ ഉരുട്ടുക. എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് തന്നെ ഒന്ന് പരത്തിയതിന് ശേഷം നമ്മൾ അരിപ്പൊടി, നമ്മൾ പത്തിരിക്കോ അല്ലെങ്കിൽ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പൊടിയില്ലേ അത് ഉപയോഗിച്ചിട്ട് ഇതുപോലെ പരത്തിയെടുക്കുക. അപ്പോൾ ഇപ്പോൾ ഞാൻ എല്ലാം തന്നെ പരത്തി കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ഇത് ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇത് പാത്രം ചൂടായതിന് ശേഷം നമ്മൾ പരത്തി വെച്ച ബോളി ഇട്ട് കൊടുത്ത് 2 പ്രാവശ്യം മറിച്ചിട്ട് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് അല്പം നെയ്യ് പുരട്ടിയെടുക്കാം. അതിന് ശേഷം ഒന്നുകൂടി മറിച്ചിട്ടതിന് ശേഷം നമുക്കത് കല്ലിന്ന് എങ്ങോട്ട് മാറ്റിയെടുക്കാം. ഇപ്പോഴിവിടെ എല്ലാം ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ ബോളി ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. കണ്ടോ, അത് എടുക്കുമ്പോഴേക്കും തന്നെ പൊട്ടിപ്പോവും, അത്രയും സോഫ്റ്റാണ്. പാൽപ്പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പാൽപ്പായസം ബോളിയും കൂടി കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ ബോളിയിൽ കുറച്ച് പാൽപ്പായസം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ല ടേസ്റ്റാണിത്. കണ്ടോ, നല്ല സോഫ്റ്റായി. പാൽപ്പായസം കൂട്ടി കഴിക്കാൻ വളരെ രുചിയാണ്. അപ്പോൾ നിങ്ങളിത് എന്തായാലും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും.